ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് അവധി തന്നെയായിരുന്നു. തൃശ്ശൂർ ജില്ലയ്ക്ക് ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ നേരം വൈകിയാണ് എണീറ്റത്. പപ്പയും മോളും നേരത്തെ എണീറ്റു. അതുകൊണ്ട് അവർ ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഞാൻ ഇച്ചിരി മടിയായതുകൊണ്ട് ഒരു 7:30 7:45 ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ കുറേ ദിവസം എന്നോട് പപ്പ പറയണ ഉപ്പുമാവ് ഉണ്ടാക്കും. എനിക്ക് പറഞ്ഞപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ മടിയാണ്. അപ്പോൾ പപ്പ ഞാൻ ജോലിക്ക് കഴിഞ്ഞ് പോയി വന്നപ്പോൾ പപ്പ റവ മേടിച്ചിട്ട് വന്നേ. സാറാസിൻ്റെ റോസ്റ്റഡ് റവയാണ്. അപ്പം ഇന്ന് എന്തായാലും നേരം വൈകി എണീറ്റതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ട സാധനങ്ങൾ ആദ്യമായിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കണത്. ഞങ്ങൾ പുതിയ വീട് താമസമായിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അതുകൊണ്ട് ഇച്ചിരി തെറ്റുകളൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് അതിന് സാറാസിൻ്റെ റോസ്റ്റഡ് റവയാണ്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോള് കാര്യമായിട്ടിരുന്നിട്ട് എൻ്റെ മോള് ക്യാരറ്റൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് വികൃതിയാണ്, മികക്കുട്ടിയാണ്. മോനൊന്ന് അവധി പ്രമാണിച്ച് അവനവിടെ ഇരുന്ന് TV ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവനോട് നേരം വെളുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സ്കൂളില്ലാന്ന്, അവധിയാണ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ ഒന്നും പഠിക്കില്ല. ഇന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ കിടക്കും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നുപരിപ്പും ഇട്ടു. ശേഷം അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, നമ്മുടെ സബോള, എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ഗ്രീൻ ചില്ലി, ഇത് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പ്, ഒക്കെ ഇട്ട് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ടൊമാറ്റോ, ആഫ്റ്റർ ദാറ്റ് ക്യാരറ്റ്, ചെറുതായിട്ട് ഒന്ന് സെറ്റ് ആവുക. പറഞ്ഞ പോലെ എനിക്ക് ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ തന്നെ മടിയാണ്. എനിക്കിഷ്ടം പുട്ടുണ്ടാക്കാനാണ്. മാവ് പിള്ളേർക്ക് അത്രയ്ക്കും താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ പഴം മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒന്ന് സ്പെഷ്യലായിട്ട് ഉപ്പുമാവും പഴം. അപ്പോൾ പുറത്ത് പോയി വന്ന് പഴം മേടിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ മറന്നുപോയായിരുന്നു. അപ്പോൾ പഴം മേടിക്കാൻ പോയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളൊക്കെ നേരത്തെ അവധിയാണെങ്കിൽ എണീക്കാറുണ്ടോ? ഞാൻ നേരം വൈകി എണീക്കാറ് കേട്ടോ. അത് ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് മടിയാണ് നേരത്തെ എണീക്കാൻ. സ്കൂളിൽ ഞാനും വിചാരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമാവ് സെറ്റാവാൻ പോവാണ്. തിളച്ചു, ഫ്ലെയിം നല്ലവണ്ണം കത്തുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. പലരും പല ടൈപ്പാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ യൂട്യൂബിലൊന്നും നോക്കിയായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കും, തെറ്റാവുമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ തട്ടിക്കൂട്ട് ചെയ്തിട്ട് ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഏതുണ്ടെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം എന്തായി തീരുന്ന അവസാനം. സോ വെയിറ്റ് ചെയ്യാം.
സോ സെറ്റായി. ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മൾ ചിരക്കി വെച്ച തേങ്ങ ഒന്നിട്ട് കൊടുത്തു. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതില്ലെങ്കിൽ ഇതിന് വേറെ പേരിൽ ഉപ്പുമാവ് എന്ന രീതിയിൽ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എനിക്ക് തോന്നണില്ല എന്തോരം എത്രത്തോളം സക്സസ് ആവുമെന്ന്. എനിവേ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. കണ്ടോ നമ്മുടെ പുതിയ സാറാസ് റോസ്റ്റഡ് റവ, കലർപ്പില്ലാത്ത കൈപ്പുണ്യം. ഇതൊന്ന് മേടിച്ച് നോക്കണം എല്ലാവരും, നല്ല സ്വാദുണ്ടേ. പപ്പ പഴം മേടിച്ചുകൊണ്ട് വന്നു. പപ്പ മറന്നു പോയായിരുന്നു പഴം മേടിക്കാനായിട്ട്. പപ്പയുടെ 3 പൊതി ഉണ്ട്. അപ്പോൾ പപ്പ പഴം മേടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളത്തിന് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഒന്നും കൂടി ഞാൻ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ചെറുതായിട്ട് സെറ്റായി വരുന്നുണ്ട്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടി പിടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതാണ് ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റായിട്ടുണ്ട്. സെറ്റായി വരുന്ന ഇളക്കി കൊടുത്ത് അടി പിടിച്ചില്ലെങ്കിൽ ഇതാണ് ഇത്. ഇതാണ് നമ്മുടെ സാറാസ് കലർപ്പില്ലാത്ത കൈപ്പുണ്യം റോസ്റ്റഡ് റവ ഉപ്പുമാവ്. എനിവേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇതെന്തുമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ.